സുഭാഷിതം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. Now Lord, look on their threats and grant your servants that with all boldness they may speak your word. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യമാണ് വായിച്ചത്. മനുഷ്യകുലം ഉണ്ടായതു മുതൽ ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. പല ഫീൽഡുകളിലും പലതരത്തിലുള്ള ഭീഷണികളാണ് ഉണ്ടാകാറുള്ളത്. ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭയ്ക്കുണ്ടായ ഭീഷണിയെക്കുറിച്ചാണ്. പരസ്പര വിരുദ്ധമായ കക്ഷികൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണല്ലോ ഈ ഭീഷണിപ്പെടുത്തൽ. ഇവിടുത്തെ പശ്ചാത്തലം 3-ാം അധ്യായത്തിൽ നിന്ന് തുടരുകയാണ്. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ ചെന്നപ്പോൾ പിറവിയിലെ മുടന്തനായ ഒരുവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ പത്രോസ് അവനെ സൗഖ്യമാക്കി. ഇത് കണ്ട് വിസ്മയം പൂണ്ട ജനത്തോട് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം അവർ പറഞ്ഞു. 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കയാലും നീരസപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. യേശുവിന്റെ ഈ അനുയായികളെ എതിർക്കുന്ന 11 വ്യത്യസ്ത ഗ്രൂപ്പുകളെയോ വ്യക്തികളെയോ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ച് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി എന്ന് 4-ാം വാക്യത്തിൽ കാണുന്നു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ പുരുഷന്മാര് തന്നെ 5000-ഓളമായി. 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ എന്ന് പറഞ്ഞു. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ഭീഷണികളും ഭയപ്പെടുത്തലും സഭയുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായിരുന്നില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട യോഹന്നാനെയും പത്രോസിനെയും വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് സഭ ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്നെഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ ഭീഷണികൾ വരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? നമുക്ക് നേരിടുന്ന ഭീഷണികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുന്നൊന്ന് നോക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും ഭീഷണികളെ തരണം ചെയ്യുവാൻ കഴിയും. യേശു കർത്താവ് പറഞ്ഞത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു എന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നേരെ ഭീഷണികൾ ഉയരപ്പെടുമ്പോൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥനയിൽ മുന്നേറുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ധാരാളം കൃപ ലഭിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭീഷണികളെ തരണം ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.